നമസ്കാരം, ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഡെവലപ്മെൻറ്റ് സീരീസ് പെട്ട മറ്റൊരു വീഡിയോയുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരളത്തിൻ്റെ ദേശീയപാത വികസനമാണ്. അത് നമ്മൾ എടുത്തു പറയുവാണെങ്കിൽ NH-66 വികസനമാണ്. NH-66 നമുക്കറിയാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ റൺ ചെയ്യുന്ന ഒരു ദേശീയപാതയാണ്. അപ്പോൾ ഇവിടെ പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നങ്ങളെന്ന് പറയുന്നത് പലപ്പോഴും ഈ ദേശീയപാതയിൽ കുരുക്കുകൾ ഉണ്ടാകുന്നുണ്ട്. അതായത് ഗതാഗത കുരുക്കുകൾ. അത് റോഡിൻ്റെ അശാസ്ത്രീയത, അതുപോലെ തന്നെ അതിൻ്റെ ഉപരിയായിട്ട് അതൊക്കെ മേലെ എന്ന് പറയാവുന്ന രീതി പറയുവാണെങ്കിൽ നമ്മുടെ നാട്ടുകാരും നമ്മുടെ ജനപ്രതിനിധികളെല്ലാവരും ആവശ്യപ്പെട്ട് മാറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതുമൂലം ഉണ്ടാവുന്നതാണ് ഈ കുരുക്കുകൾ. ഇതിന് ഉത്തമ ഉദാഹരണം എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ഈഞ്ചക്കലാണ്. ഈ ഈഞ്ചക്കലിന് ഇപ്പോൾ കുറച്ച് പ്രതിവിധികളൊക്കെ വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടക്കുന്നതിന് മുന്നേ ഇതിൻ്റെ ഒരു ഹിസ്റ്ററി നമുക്ക് നോക്കാം. നമ്മുടെ ദേശീയപാത വികസനം തിരുവനന്തപുരം ജില്ലയിൽ വന്നപ്പോഴത്തേക്കും ഇതെന്ന് പറയുന്നത് നമ്മുടെ ബൈപ്പാസാണ്. ബൈപ്പാസ് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവത്തുള്ളൂ. അതായത് നമ്മുടെ കഴക്കൂട്ടം മുതൽ ഏകദേശം തിരുവനന്തപുരം തമിഴ്നാട് ബോർഡർ വരെ നീണ്ടു കിടക്കുന്നൊരു പാത. ഇതിൽ ഈഞ്ചക്കൽ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷൻ. ഇത് പ്രധാനപ്പെട്ട ജംഗ്ഷൻ എങ്ങനെയാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരം നഗരത്തിലേക്ക് കടക്കാവുന്ന കവാടങ്ങളിൽ ഒന്നാണ് ഈ ഈഞ്ചക്കൽ എന്ന് പറയുന്നത്. നമ്മുടെ ചാക്ക കഴിഞ്ഞാൽ മറ്റൊരു കവാടം ഈഞ്ചക്കൽ തന്നെയാണ്. ഇത് ക്രോസ് ചെയ്ത് നമുക്ക് എയർപോർട്ടിലേക്കൊക്കെ പോകാനായിട്ട് സാധിക്കും, ഡൊമസ്റ്റിക് ടെർമിനൽ, അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ടെർമിനലിലേക്കെല്ലാം പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ സിറ്റിയിലേക്ക് വരുന്ന ആൾക്കാർ, ഇതേപോലെ എയർപോർട്ടിലേക്ക് പോകുന്ന ആൾക്കാർ എല്ലാവരും കൂടി ചേർന്ന് ഇവിടെ ആകെ മൊത്തം ഒരു വലിയൊരു ഗതാഗത കുരുക്ക് സ്ഥിരമായിട്ട് ഉണ്ടാവാറുണ്ട്. നാഷണൽ ഹൈവേ അതോറിറ്റി പണ്ട് ഡിസൈൻ ചെയ്തത് ഒരു അണ്ടർഗ്രൗണ്ട് പാസേജ് ആയിരുന്നു. ഈ പാസേജ് ഉണ്ടായിരുന്നെങ്കിൽ സുഗമമായിട്ട് ആൾക്കാർക്ക് അപ്പുറത്തും ഇപ്പുറത്തെല്ലാം പോയിട്ട് വരാം. അതുപോലെ തന്നെ യാതൊരു പ്രശ്നവുമില്ല, ഈ ഗതാഗത ഒന്നും ഉണ്ടാകത്തില്ല. നാഷണൽ ഹൈവേയിലൂടെ പോകുന്ന വാഹനങ്ങൾ സ്മൂത്തായിട്ട് നാഷണൽ ഹൈവേയിലൂടെ വളരെ ഈസി ആയിട്ട് പോകാനും സാധിക്കും. നമ്മുടെ നഗരത്തിലേക്ക് പ്രവേശിക്കുന്ന വാഹനങ്ങൾ ഈസി ആയിട്ട് പ്രവേശിക്കാനും സാധിക്കുമായിരുന്നു. എന്നാൽ നമ്മുടെ നാട്ടിലെ ഒരു വ്യത്യസ്തമായ അവസ്ഥയുണ്ട്. നമ്മുടെ നാട്ടിലെല്ലാം പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്യും, പക്ഷേ ഇംപ്ലിമെൻറ്റേഷൻ പ്രോസസ്സിൽ വരുമ്പോൾ ഇതൊന്നും അവിടെ വരത്തില്ല. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈഞ്ചക്കൽ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും നമ്മുടെ അവിടെ അണ്ടർഗ്രൗണ്ട് പാസേജ് വരാൻ സമയത്ത് നാട്ടുകാരുടെ എതിർപ്പുണ്ടായി. നാട്ടുകാരുടെ എതിർപ്പെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല. അവിടങ്ങളിലുള്ള കുറച്ച് വ്യാപാരികളുടെയും കുറച്ച് കയ്യൂക്കുള്ളവരുടെയും കുറച്ച് ഇൻഫ്ലുവൻസ് ഉള്ളവരുടെയും എല്ലാം ഒരു ആകെ തുകയാണ് ഇവിടുത്തെ ഈ കുരുക്കെന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല. അവിടെ ജംഗ്ഷൻ പോവും, അവിടുത്തെ കച്ചവടം കുറയും. ഇതൊക്കെ ആയിരുന്നു അന്നത്തെ അവരുടെ ആ ഒരു എതിർപ്പ് അനുകൂലിച്ചു കൊണ്ടുള്ള എക്സ്പ്ലനേഷൻസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ നമ്മുടെ നാട്ടിൽ ബ്രോഡറായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ കുറവാണ്. ഇത് കാരണം ഒരു 10 പേർക്ക് ഉപകാരപ്പെടും, പക്ഷേ ഒരു 1000 പേർക്ക് ഉപദ്രവമായിട്ട് മാറും. അതാണ് ഇന്നും അവിടെ കണ്ടത്. വീണ്ടും നമ്മുടെ നാഷണൽ ഹൈവേ അതോറിറ്റി അവിടെ ആദ്യം വീണ്ടും കൊണ്ടുവരാനായിട്ട് ഇപ്പോഴും ആദ്യം കൊണ്ടുവരാൻ ശ്രമിച്ചതും ഈ പറയുന്ന അണ്ടർപാസ് തന്നെയാണ്. പക്ഷേ വീണ്ടും എതിർപ്പുകൾ വന്നപ്പോഴത്തേക്കും അവിടെ ഒരു മേൽപ്പാലമായിട്ട് മാറി. മേൽപ്പാലമായിട്ട് മാറിയപ്പോൾ ഉള്ള ഇഷ്യൂ എന്താണെന്നറിയോ? അവിടുത്തെ കോസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം 54.11 കോടി രൂപയാണ്. അതായത് ഇപ്പോഴത്തെ ചാക്ക മേൽപ്പാലം അവസാനിക്കുന്നിടത്തു നിന്ന് തുടങ്ങി നമ്മുടെ KSRTC ഈഞ്ചക്കൽ യാർഡിന് സമീപം വന്നു ചേരുന്ന രീതിയിലാണ് പുതിയ പാലം നിർമ്മിക്കുന്നത്. ഇതിനെല്ലാം സാക്ഷിയായിട്ട് അവിടെ ഈ പറയുന്ന ജനങ്ങളെല്ലാം ഉണ്ട്. എത്ര കോടി രൂപയുടെ വേസ്റ്റേജ് ആണെന്നറിയും. പക്ഷേ ഇതിൻ്റെ പോസിറ്റീവ് വശം എന്ന് പറയുന്നത് ഇപ്പോഴെങ്കിലും ആൾക്കാരുടെ തലയിൽ ബുദ്ധി ഉദിച്ചല്ലോ എന്നതാണ്. കാരണം ഇത് ആദ്യമേ പണിതെങ്കിൽ ഇത്രയും കാശ് ലാഭിച്ചുകൂടായിരുന്നോ? ഇത്രയും വേസ്റ്റേജ് ഓഫ് മണിയാണ്. വേറെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് പമ്പ് ചെയ്തിടാനുള്ള കാശാണിത്. അപ്പം വെറുതെ വേസ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെയായിരുന്നു നമ്മുടെ കഴക്കൂട്ടത്ത് റോഡെല്ലാം പണിത് കഴിഞ്ഞിട്ടാണ് അവിടെ എലിവേറ്റഡ് ഹൈവേ കൊണ്ടുവന്നത്. ഓക്കെ, കുഴപ്പമില്ല. പക്ഷേ ഇതെല്ലാം ജനങ്ങളുടെ കാശ് വേസ്റ്റ് ഓഫ് മണിയായിട്ടല്ലേ പോകുന്നേ. അപ്പോൾ ഇങ്ങനെ വേസ്റ്റ് ഓഫ് മണിയാണെന്ന് പറയുമ്പോൾ ആർക്കാണ് നഷ്ടം? ജനങ്ങളുടെ കയ്യിലെ കാശ് ജനങ്ങൾക്ക് നഷ്ടം. നമ്മളെല്ലാവരും ടാക്സ് പേയേഴ്സാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഇതിനെതിരെ ചോദിക്കണം, നമുക്ക് ശബ്ദം ഉയർത്തണം. പലപ്പോഴും നമുക്ക് അതിന് കഴിയുന്നില്ല.
ഇപ്പോൾ ഈ ഒരു മേൽപ്പാലം വരുന്നത് കൂടിയിട്ട് നമുക്ക് ഫാസ്റ്റായിട്ട് നമുക്ക് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പലപ്പോഴും ഇവിടുത്തെ യാത്രാക്കുരുക്കെന്ന് പറയുന്നത് നമുക്ക് നിയന്ത്രിക്കുന്നതിനും അപ്പുറമാണ്. നമുക്കിപ്പോൾ ട്രാഫിക് സിഗ്നൽസൊക്കെ ഉണ്ട്, അവിടെ അറിയാം അവിടെ എത്ര സിഗ്നൽസ് ഉണ്ട്, എത്ര ജംഗ്ഷൻസ് ഉണ്ട്. അടുപ്പിച്ച് ഹൈവേയിലും ജംഗ്ഷനുണ്ട്, തൊട്ടടുത്ത് കിടക്കുന്ന നമ്മുടെ ഈ കോട്ടയ്ക്കകത്തേക്ക് പോകുന്ന റോഡിലും അവിടെയും ഒരു ജംഗ്ഷനുണ്ട്. അട്ടക്കുളങ്ങരയ്ക്ക് പോകുന്ന ഒരു റോഡുണ്ട്, അതുപോലെ തന്നെ അതിന് നേരെ ഓപ്പോസിറ്റ് മറ്റൊരു റോഡുണ്ട്. അപ്പോൾ അവിടെ ഒരു സത്യം പറഞ്ഞാൽ ഒരു ബോട്ടിൽ നിൽക്കുന്ന പറയുന്നതിനേക്കാളും അപ്പുറം ഒരു ഡബിൾ ജംഗ്ഷൻ എന്ന് പറയാം. ഇവിടെ 10ഓളം പോലീസുകാർ നിന്നാണ് സിഗ്നൽ ഉണ്ടെങ്കിലും ഇവിടെ നിയന്ത്രിക്കുന്നത്. അവരെ കൊണ്ടും പലപ്പോഴും നിയന്ത്രിക്കാനൊന്നും സാധിക്കത്തില്ല. പലപ്പോഴും ഈ ട്രാഫിക് കുരുക്കെന്ന് പറയുന്ന അട്ടക്കുളങ്ങര വരെയും അതുപോലെ തന്നെ SP ഫോർട്ട് ഹോസ്പിറ്റലും കഴിഞ്ഞ് നീണ്ടു കിടക്കുന്ന ഒരവസ്ഥയാണ്. നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ടൂറിസം പിൽഗ്രിമേജ് ഡെസ്റ്റിനേഷനായ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രമെല്ലാം ഇവിടെയാണ്. അപ്പോൾ പല സമയത്തും ഇവിടെ ഒട്ടനവധി പ്രത്യേകിച്ച് ശബരിമല സമയത്തെല്ലാം ശബരിമലയിൽ ആൾക്കാർ വിസിറ്റ് ചെയ്തതിന് ശേഷം ഇവിടേക്കും വിസിറ്റ് ചെയ്യാൻ വരാറുണ്ട്. അവിടെയൊക്കെ ആ സമയത്തുള്ള യാത്രാക്കുരുക്ക് വളരെ ദുഷ്കരമാണ്. അപ്പോൾ ആ രീതിയിൽ അതുപോലെ തന്നെ ഇവിടെ 2 ഹോസ്പിറ്റൽസ് ഉണ്ട്. തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട ഹോസ്പിറ്റൽസാണ് ഈ ഒരു സ്ഥലങ്ങളിൽ ഉള്ളത്. SP ഫോർട്ടും അതുപോലെ തന്നെ അനന്തപുരി ഹോസ്പിറ്റൽസും. ഇവിടങ്ങളിലേക്ക് ആംബുലൻസ് എത്തിച്ചേരാനും പലപ്പോഴും പാടുപെടുന്ന സീൻസ് നമുക്ക് അവിടെ പോയാൽ കാണാവുന്നതാണ്. അതുപോലെ തന്നെ സർവീസ് റോഡ്, നമ്മുടെ ജാക്ക ഭാഗത്ത് നിന്ന് വരുന്ന സർവീസ് റോഡും ഇതേപോലെയാണ്, തിരക്കായിരിക്കും. നമ്മൾ വൈകുന്നേരങ്ങളിലോ അല്ലെങ്കിൽ രാവിലേക്കോ പോയി കഴിഞ്ഞാൽ നമ്മുടെ നല്ല രീതിയിലുള്ള തിരക്ക് കാണാൻ പറ്റും. നമുക്ക് കുറേ നേരം ആ ട്രാഫിക് ബ്ലോക്കിൽ പെട്ടതിന് ശേഷം മാത്രമേ നമുക്ക് അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പോഴെങ്കിലും അധികാരികൾക്ക് ബുദ്ധി തോന്നി ഇങ്ങനെ ഒരു കാര്യം ചെയ്തതിൽ വളരെയധികം സന്തോഷം. ഇത് ജനുവരിയിലെ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി മാർച്ചോട് കൂടിയിട്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ, അതായത് നിർമ്മാണ പ്രവർത്തനമാണ് കേട്ടോ, ആരംഭിക്കും എന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എല്ലാ അധികാരികൾക്കും ഇതുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധികൾ തീരുമാനിച്ചു കാണും, ബ്യൂറോക്രാറ്റ്സ് തീരുമാനമെടുത്ത് കാണും. അതുപോലെ തന്നെ മറ്റ് ജനങ്ങളുടെ ഇനി പിന്തുണ ഇതിനാവശ്യമാണ്. ഇനി കുറച്ച് കാലത്തേക്ക് ചിലപ്പോൾ അവിടെ ബ്ലോക്കൊക്കെ വന്നെന്ന് വരാം. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ഒരു പരിപാടി അവിടെ കംപ്ലീറ്റ് ചെയ്യണം. കാരണം നീണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ ബ്ലോക്കും ഇപ്പോൾ വർദ്ധിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് എല്ലാ വികസനങ്ങളും നടക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഞാൻ ഷിബു സലിഹ, എന്നോടൊപ്പം പ്രേണസ് രാജ്, മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായി വരുന്നവരെ ഗുഡ് ബൈ. കീപ് വാച്ചിങ് ക്രസ് കേരള.